എഡിറ്റില് ലിങ്ക് കൊടുക്കുക. നമുക്ക് അപ്ഡേറ്റ് എന്നൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്തോളൂ. ആ ലിങ്ക് ഷോ പേജിലേക്ക് കൊടുക്കാം. hrefൽ കൊടുക്കാം. ഡേറ്റ് സ്പേസ് ഇനി എംപ്ലോയിയുടെ ID കൊടുക്കണം. പ്രൈമറി കീ ഫീൽഡ്. സോ p.id. ഓക്കെ. നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുന്നതും അപ്ഡേറ്റ് പേജ് ലോഡ് ചെയ്യുന്നതും ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുന്നതും സെയിം വ്യൂസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. അപ്ഡേറ്റില് നമ്മൾ കണ്ടന്റ് കൊടുത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, add.html ടോട്ടൽ പേസ്റ്റ് ചെയ്ത് അപ്ഡേറ്റിലേക്ക് കൊടുക്കുക. ഫോം ആക്ഷനിൽ ലിങ്ക് കളഞ്ഞോളൂ. ലൈൻ നമ്പർ 70. സബ്മിറ്റിന് പകരം അപ്ഡേറ്റ് എന്നാക്കുക ബട്ടൺ. ഓക്കെ. ഇനി URLs പാസ് ചെയ്യാം. അപ്ഡേറ്റിന് നമ്മൾ ID കൊടുക്കുന്നുണ്ട്. /angle braces int colon ഒരു വേരിയബിൾ കൊടുക്കാൻ ജസ്റ്റ് ID എന്ന് കൊടുത്തോളൂ. ID. ഓക്കെ. ഇനി വ്യൂസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ലോഡ് ആവട്ടെ. അപ്പൊ ഒരു ഡിലീറ്റിന്റെ ലിങ്ക് കൂടെ ഓക്കെ ലോഡ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ. def അപ്ഡേറ്റ് എന്ന ഫംഗ്ഷൻ കൊടുത്തു റിക്വസ്റ്റ് കോമ ID. URLs നമ്മൾ പാസ് ചെയ്ത ആ ഒരു ID, ആ ഒരു കീ കൊടുത്തു. ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡാറ്റാബേസിൽ നിന്ന് ഈ ID വെച്ചിട്ടുള്ള എംപ്ലോയിനെ ഗെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ. ID വെച്ചിട്ട് എംപ്ലോയി ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ID ഈക്വൽ ടു പാസ് ചെയ്തെടുത്ത കീ ID.
ആദ്യം നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് എംപ്ലോയിനെ ഗെറ്റ് ചെയ്തെടുത്തു. ഇനി ചെയ്യേണ്ടത് എംപ്ലോയിനെ ഗെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ എംപ്ലോയിയുടെ ഫോംസിൽ ഫില്ല് ചെയ്തിരിക്കുന്ന പ്രോപ്പർ ഫീൽഡ്സ് നമുക്കൊരു വേരിയബിളിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഫോം എന്ന ലൈൻ നമ്പർ 27. ഫോം എന്നൊരു വേരിയബിള് എംപ്ലോയി ഫോംസിൽ നിന്ന് ആ പർട്ടിക്കുലർ എംപ്ലോയിനെ തന്നെ നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കണം അല്ലേ? സോ അതുകൊണ്ടാണ് ഇൻസ്റ്റൻസ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റൻസ് ഈക്വൽ ടു 26th ലൈനിൽ നമ്മൾ ലോഡ് ചെയ്ത് വെച്ച എംപ്ലോയി EMP1 സെക്ഷൻ EMP1 എന്ന ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് എംപ്ലോയി ഫോംസിലേക്ക് ആ HTML പേജ് ലോഡ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ എംപ്ലോയി ഫോംസിലെ സെക്ഷനും വേണം, ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ ഗെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ആ എംപ്ലോയിയും വേണം. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോ ക്ലിയർ ആണോ? ഇപ്പൊ ഓഡിബിൾ അല്ലേ? ഒന്നുകൂടി പറയാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ID വെച്ചിട്ട് നമുക്ക് പാസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ID വെച്ച് ഡാറ്റാബേസിൽ നിന്ന് ആ എംപ്ലോയിനെ ഗെറ്റ് ചെയ്തെടുത്തു. EMP1 എന്ന വേരിയബിളിലേക്ക് എംപ്ലോയിനെ ഗെറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഫോം ലോഡ് ചെയ്യണം നമുക്ക്. ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഫോം ലോഡ് ചെയ്യാനായിട്ട് എംപ്ലോയി ഫോംസിൽ ബ്രാക്കറ്റ്സിൽ ഇൻസ്റ്റൻസ് മുന്നേ ലോഡ് ചെയ്ത് വെച്ച എംപ്ലോയിയുടെ ഇൻസ്റ്റൻസ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമുക്ക് പേജ് ലോഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അപ്ഡേറ്റ് ഡാറ്റാബേസിലെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിലും ഈ ഫോംസും എംപ്ലോയിയും നമുക്ക് വേണം. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അത് പാസ് ചെയ്തിട്ടത്. ഇനി നോക്കിയേ, ഇഫ് എൽസ് എന്ന രണ്ട് സെക്ഷൻസ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ മാത്രമാണ് ആ ഒരു 29 to 32 ഈ സെക്ഷൻസ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ ആ ഇൻസ്റ്റൻസിൽ എംപ്ലോയി ഫോംസ് നമ്മൾ ഗെറ്റ് ചെയ്തെടുത്തു. വാലിഡ് ആണെങ്കിൽ സേവ് ചെയ്ത് റീഡയറക്ട് ചെയ്ത് ഷോ പേജിലേക്ക് പോകുന്നു. ബട്ട് നമ്മൾ ഷോ പേജിലെ എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൽസ് പാർട്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ പോസ്റ്റ് മെത്തേഡ് അല്ല. അപ്പൊ ആ ഒരു ഇഫ് കണ്ടീഷനുള്ളിലെ സെക്ഷൻ നമുക്ക് വർക്ക് ചെയ്യില്ല. എൽസ് പാർട്ട് ആണ് വർക്ക് ചെയ്യുക. അപ്പൊ റിട്ടേൺ റെൻഡർ അപ്ഡേറ്റ് ഡോട്ട് HTML അപ്ഡേറ്റ് പേജിലേക്ക് പോയി ഫോംസ് ലോഡ് ചെയ്ത് കൊടുക്കുന്നു. കീ എന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തോളൂ. ഫോംസ് എന്നാക്കുക. മുന്നേ നമ്മൾ അവിടെ കൊടുത്തിരുന്നത് ഫോംസ് എന്നല്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അപ്ഡേറ്റ് പേജ്. യെസ്, ഡബിൾ കർലി ബ്രേസസിനുള്ളിൽ ഫോംസ് ആണ്. ഇനി ഈ പേജ് ലോഡ് ആവുന്നുണ്ടോ എന്ന് നോക്കിയേ. അതുപോലെ ഈ ആഡ് എംപ്ലോയിക്ക് വരും അപ്ഡേറ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് ഹെഡിങ് ആക്കുക. ലൈൻ നമ്പർ 75. അപ്ഡേറ്റ് എംപ്ലോയി ഡീറ്റെയിൽസ്. ഓക്കെ, ഔട്ട്പുട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് ലിസ്റ്റ് എടുത്ത് ഓക്കെ, ഇതാ എഡിറ്റ് ബട്ടണിൽ പ്രോപ്പർലി നമുക്ക് വാല്യൂസ് എല്ലാം ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെയിം അപ്ഡേറ്റ് എന്ന ലിങ്ക് തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ബട്ട് പോസ്റ്റ് മെത്തേഡ് ആ ഒരു കണ്ടീഷൻ ആയിരിക്കും ഈ ഫംഗ്ഷനിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പൊ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയേ. യെസ്, ഇനി നമുക്ക് ആ സെക്ഷൻ നോക്കാം. ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്തതാണ് ഇപ്പൊ നമുക്ക് ലോഡ് ആയിരിക്കുന്നത്. വ്യൂസ് എടുത്തോളൂ. ലൈൻ നമ്പർ 28. ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഫോം എന്നൊരു വേരിയബിളിലേക്ക്
ഇപ്പൊ കറന്റ്ലി എംപ്ലോയി ഫോംസിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കണം. അതാണ് എംപ്ലോയി ഫോംസ് ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് കോമ നമുക്ക് പ്രോപ്പർലി ഐ ഡി വെച്ച് ക്രൂഡ് പ്രൊജക്റ്റിൽ ചെയ്ത പോലെ ഐ ഡി ഒന്നും പാസ് ചെയ്ത് കൊടുത്ത് എംപ്ലോയിനെ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഇത് എംപ്ലോയി ഫോംസ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെയും നമ്മൾ ഇൻസ്റ്റൻസ് എന്ന സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻസ് ഈക്വൽ ടു EMP1. ആ എംപ്ലോയി 1 എന്ന ഇൻസ്റ്റൻസിലേക്കാണ് മുന്നേ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഇൻസ്റ്റൻസിലേക്കാണ് നമുക്ക് ഈ ഫോമിലെ അപ്ഡേറ്റ് ചെയ്ത വാല്യൂസ് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് എംപ്ലോയി ഫോംസ് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് കോമ ഇൻസ്റ്റൻസ് ഈക്വൽ ടു EMP1. അതിനുശേഷം ഫോം വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു, ഫോം സേവ് ചെയ്തു, റിട്ടേൺ റീഡയറക്ട് ചെയ്ത് ഷോ പേജിലേക്ക് പോകുന്നു. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ചോദിച്ചു പോവാം. ഓക്കെ, ഇതിന്റെ ഡിലീറ്റ് ഫംഗ്ഷൻ നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യില്ലേ? നമ്മൾ ക്രൂഡ് പ്രൊജക്റ്റിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. ഷോ പേജിൽ ലിങ്ക് കൊടുക്കുന്നു, URLs, ദെൻ വ്യൂസ് പാസ് ചെയ്ത് ആ ഐഡിയിലുള്ള സെക്ഷൻ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ചെയ്യാലോ? അതപ്പോ നാളത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ മുന്നത്തെ ക്രൂഡ് പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഓക്കെ, ദെൻ നമുക്ക് ഈ പ്രൊജക്റ്റിലേക്ക് ഫോമില് മീഡിയ ഫയൽസ് ആഡ് ചെയ്യുന്നത് കൂടി നോക്കാം. അതിന് റൺ ചെയ്തിട്ടോ. ഓക്കെ, നമ്മളിപ്പോ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിക് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലെ? അതുപോലെ മീഡിയ ഫയൽസിന് മീഡിയ എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. മെയിൻ ഫോൾഡറിനുള്ളിൽ മീഡിയ എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. മീഡിയയ്ക്കുള്ളിൽ ഇമേജ് എന്നൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്തോളൂ. ഇമേജ്. ഓക്കെ, ഫയൽ അല്ല ഫോൾഡർ. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ സെറ്റിംഗ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. താഴെ ആ സ്റ്റാറ്റിക്കിന്റെ ഒക്കെ സെക്ഷനിലേക്ക് വരും. അവിടെ ഒരു ലൈൻ സ്പേസ് വിട്ടിട്ട് ഒരു ലൈൻ വിടുക. എൻ്റർ അടിക്കാം. ഓക്കെ, ഞാൻ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
മീഡിയ URL മീഡിയ പാസ് ചെയ്തു മീഡിയ റൂട്ടിൽ. ഇപ്പൊ നമ്മൾ പാസ് ചെയ്ത മീഡിയ എന്ന ഫോൾഡർ os.path.join ബേസ് dir മീഡിയ കൊടുത്തു. ദെൻ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് നമ്മൾ URLസിലേക്കും പ്രൊജക്റ്റിന്റെ URLസിലേക്കും ഈ സ്റ്റാറ്റിക് ലിങ്ക് മീഡിയ URLും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. urls.py എടുക്കാം. ഓക്കെ, അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മീഡിയ ഫയൽസ് നമ്മൾ ഏതൊക്കെ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു ആ പ്രൊജക്ട്സിലെല്ലാം ഈ സെക്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അവിടെ എല്ലാം സ്ക്വയർ ബ്രാക്കറ്റ്സിന് ശേഷം ആ സെയിം ലൈനിൽ തന്നെ കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഒരു സ്പേസ് കൊടുത്തിട്ട് ഓക്കെ, ആ സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ കോഡ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സും സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മീഡിയ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ പ്രൊജക്ട്സിലും ഈ സെക്ഷൻസ് കോപ്പി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റ്സിന് ശേഷം കൊടുക്കുന്ന കോഡിൽ പ്രോപ്പർ സ്പേസിങ്ങും എല്ലാം പ്രൊവൈഡ് ചെയ്ത് തന്നെ കൊടുക്കുക ഇതുപോലെ. ഓക്കെ, സെറ്റിംഗ്സിൽ ആഡ് ചെയ്തു, urls.pyയിൽ ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഫോമിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യണ്ടേ. സോ അതിന് മോഡൽസിൽ ഇമേജിനെ സ്റ്റോർ ചെയ്യാൻ ഒരു ഫീൽഡ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇമേജ് എന്ന് കൊടുക്കുക. ആ സെയിം മോഡൽസിനുള്ളിൽ സെയിം ഫോമിൽ അടുത്തൊരു ഫീൽഡ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇമേജ് ഈക്വൽസ് മോഡൽസ് ഡോട്ട് ഇമേജ് ഫീൽഡ്. ബ്രാക്കറ്റ്സിൽ അപ്ലോഡ് ടു അപ്ലോഡ് അണ്ടർസ്കോർ ടു. TO. കോഡ്സിനുള്ളിൽ ഇമേജ് സ്ലാഷ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോൾഡർ ഇമേജ് സ്ലാഷ് എന്ന് കൊടുക്കുക. ഓക്കെ, കോമ നൾ ഈക്വൽ ടു ട്രൂവും കൊടുത്തോളൂ അവിടെ. കോഡ്സിന് ശേഷം കോഡ്സ് വേണ്ട, നൾ ഈക്വൽ ടു ട്രൂ. ക്യാപിറ്റൽ T. യെസ്. ഓക്കെ, മോഡൽസിലേക്ക് നമ്മൾ ഇമേജ് ഫീൽഡ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പില്ലോ എന്ന മൊഡ്യൂൾ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒന്ന് റൺ ചെയ്തേ. ഇപ്പൊ ആ പില്ലോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കമാൻഡ് നമുക്ക് അവിടെ ആ ഒരു എറർ വരും. ഇതാ നോക്കിയേ, പിപ്പ് ഇൻസ്റ്റാൾ പില്ലോ. പില്ലോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. സോ പിപ്പ് ഇൻസ്റ്റാൾ പില്ലോ എന്ന കമാൻഡ് കൊടുക്കുക. Ctrl+C പാത്ത് ഓപ്പൺ ചെയ്ത് ഇമേജ് ഫീൽഡ്സിനെ ആക്സസ് ചെയ്യേണ്ട എല്ലാ സെക്ഷൻസിലും മീഡിയ ഫയൽസ് ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ പില്ലോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം എല്ലാ പ്രൊജക്ട്സിലും. നെക്സ്റ്റ് ഇനി മോഡൽസിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും മൈഗ്രേഷൻസ് അപ്ലൈ ചെയ്യണം.
ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ആ ഫോമിലേക്ക് നമുക്കിനി ഇമേജിനുള്ളൊരു ഫീൽഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫോം എടുത്ത് ആഡ് ചെയ്യുന്ന ഫോം product.html. ഓക്കെ. ഒരു ഫോമിലേക്ക് നമ്മൾ മീഡിയ ഫയൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോമിന്റെ ഓപ്പണിംഗ് ടാഗിൽ ലൈൻ നമ്പർ 95 ആ ഫോം ടാഗിൽ ENC ടൈപ്പ് എന്ന ഒരു ആട്രിബ്യൂട്ട് കൂടി കൊടുക്കണം. സ്പേസ് ENC ടൈപ്പ്. അവിടെ മൾട്ടി പാർട്ട് ഫോം ഡാറ്റ സെക്കൻഡ് വൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ENC ടൈപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രോപ്പർലി മീഡിയ ഫയൽസ് നമുക്ക് വർക്ക് ആവില്ല. സെറ്റിംഗ്സിൽ കൊടുക്കണം, URLs കൊടുക്കണം, ഫോമിലും. ഈ 3 സെക്ഷൻസും വിട്ടുപോകാണ്ട് ആഡ് ചെയ്യണം. ഓക്കെ. ഇനി ഒരു ഫീൽഡ് കോപ്പി ചെയ്ത് കൊടുത്തേ. താഴേക്ക് വന്ന് ഒരു ഡിവ് കോപ്പി ചെയ്തിടാം. എന്നിട്ട് ഓക്കെ, അപ്ലോഡ് ഇമേജ് എന്ന് കൊടുക്കുക. ലേബൽ ഇൻപുട്ട് ടൈപ്പ് ഫയൽ ആക്കുക. ഓക്കെ. ചേഞ്ച് ചെയ്തോളൂ. IMG എന്ന് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഔട്ട്പുട്ട് ഒന്ന് ലോഡ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്തിട്ട് റീഫ്രഷ് ചെയ്തിടാം. ഓക്കെ, ഇമേജ് ഫീൽഡ് വന്നിട്ടുണ്ട്. ബാക്ക് ടു കോഡ് വരിക. നമുക്കിനി ഫോമിലേക്ക് ഫീൽഡ് ആഡ് ചെയ്തു. ഫോം ആക്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഏതാണ്? ആഡ് ഡീറ്റെയിൽസ്. ഇതിലേക്ക് നമുക്കിനി ആ ഇമേജ് ഫീൽഡ് കൂടി ആഡ് ചെയ്യണ്ടേ? സോ വ്യൂസ് എടുത്ത ആഡ് ഡീറ്റെയിൽസ് എന്ന വ്യൂസ് എടുക്കുക. അവിടെ പ്രൈസിന് ശേഷം ഇമേജ് കൂടി ഗെറ്റ് ചെയ്ത് വെക്കാം. ഇമേജ് ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട് ഫയൽസ് ആണ്. ക്യാപ്സിൽ റിക്വസ്റ്റ് ഡോട്ട് ഫയൽസ് ഡോട്ട് ഗെറ്റ് ക്യാപ്സ് കൊടുക്കുക. ഫയൽസ് ഡോട്ട് ഗെറ്റ് നോർമൽ ബ്രാക്കറ്റ്സ് കോഡ്സിനുള്ളിൽ IMG എന്നല്ലേ നെയിം നമ്മൾ കൊടുത്തിരുന്നത്. ഓക്കെ. ഇനി 20th ലൈനിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇമേജ് എന്ന ഫീൽഡും ആഡ് ചെയ്തിട്ടുണ്ട്. കോമ ഇമേജ് കൂടെ പാസ് ചെയ്യുക. മോഡൽസിൽ ഇമേജ് എന്ന് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്? യെസ്. ഓക്കെ. വ്യൂസ് എടുത്തേ. വ്യൂസ് കറക്റ്റ് ആയിട്ടാണോ വാല്യൂ കൊടുത്തത്? ഇവിടെ എന്ത് വാല്യൂ കൊടുക്കേണ്ടത്? ആ വേരിയബിൾ കൊടുക്കുക. 19th ലൈനിൽ ലോഡ് ചെയ്തിട്ടിരിക്കുന്ന വാല്യൂ.
ദെൻ ഇനി ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തോളൂ എന്തെങ്കിലും. ഇമേജ് ആഡ് ചെയ്യുക. റിക്വയർഡ് ഫീൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തോളൂ. രേഷ്മ ഓൾറെഡി ഉള്ള ഇമേജസ് മതി. സബ്മിറ്റ് ചെയ്യുക. ടേബിളിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ളത് കൊടുത്തിട്ടില്ല. ബാക്ക് ടു VS കോഡ് വന്നേ. ദാ മീഡിയ ഇമേജ് ആ ഫോൾഡറിനുള്ളിൽ നോക്കിക്കേ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഇമേജ് ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് ആ ടേബിളിലേക്ക് ഇമേജ് ഫീൽഡ് ഡിസ്പ്ലേ ചെയ്യിക്കാം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഫീൽഡ്സിൽ നമ്മൾ ഇമേജ് പാസ് ചെയ്തിട്ടില്ല, നമുക്ക് എറർ ആയിരിക്കും വരിക. ഇല്ലെങ്കിൽ ലൂപ്പ് കൊടുത്ത് ഇമേജസ് ഇല്ലാത്ത സെക്ഷനിൽ വേറെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിച്ചു കൊടുക്കണം. ഇപ്പൊ കറന്റ് നമ്മളത് കൊടുക്കാത്തത് കൊണ്ട് ഔട്ട്പുട്ടിലെ ഇമേജസ് കൊടുക്കാത്ത ഫീൽഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുത്തേ. ഒന്നെങ്കിൽ ഡാറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യത്തെ 3 സെക്ഷൻസ് ഡിലീറ്റ് ചെയ്തോളൂ. ലാസ്റ്റ് ആഡ് ചെയ്ത ബുക്കിന് നമ്മളിപ്പോ ഓൾറെഡി ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആദ്യത്തെ 3 ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി ഈ ടേബിളിലേക്ക് ഇമേജ് എന്നൊരു കോളം കൂടി ആഡ് ചെയ്യാം. ഔട്ട്പുട്ട് എടുക്കുക, സോറി ഔട്ട്പുട്ട് അല്ല, കോഡ് എടുക്കുക. ഷോ ചെയ്യിക്കുന്ന പേജ് ഇവിടെ ഇമേജ് എന്നൊരു ഫീൽഡ് കൂടെ ആഡ് ചെയ്യണം. ആദ്യം ടേബിൾ ഹെഡിൽ കൊടുക്കുക. ഓക്കെ, അവിടെ ഒരു TD ഓപ്പൺ ചെയ്ത് കോപ്പി ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ ഇവിടെ ഡയറക്റ്റ് p.image എന്ന് ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ആ ഇമേജിന്റെ നെയിം ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഔട്ട്പുട്ട് റീഫ്രഷ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് ആ ഇമേജ് ആണ്. ഓക്കെ, അത് റിമൂവ് ചെയ്തോളൂ, അല്ലെങ്കിൽ ആ TD കമന്റ് ചെയ്തിട്ട്. നെക്സ്റ്റ് TD ഓപ്പൺ ചെയ്ത് അവിടെ ഒരു IMG ടാഗ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇമേജ് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ TDക്കുള്ളിൽ IMG ടാഗ്, SRCക്കുള്ളിൽ വാല്യൂ കൊടുക്കാം. P ഡോട്ട് ഡബിൾ കർലി ബ്രേസസിനുള്ളിൽ P ഡോട്ട് ഇമേജ് ഡോട്ട് URL എന്ന് കൂടി പാസ് ചെയ്താലാണ് പ്രോപ്പർലി നമുക്ക് ആ ഇമേജ് ലോഡ് ആവുന്നത്.
പി ഡോട്ട് ഇമേജിൽ ആ നെയിം മാത്രമായിരിക്കും നമുക്ക് ലോഡ് ആകുക. ഇനി ആ ഇമേജിന്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തേ. ഹൈറ്റ് വരിക 100 ആക്കുക, വിഡ്ത്തും 100 ആക്കുക. ഇനി ഔട്ട്പുട്ട് റീഫ്രഷ് ചെയ്യാം. ഇമേജിന്റെ സൈസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ടില്ല. അപ്പൊ മുന്നേ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈലില് ഈ ഒരു സെക്ഷൻ അപ്ലൈ ആയിട്ടുണ്ടാവും. സോ അതൊന്ന് പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റൈൽസ് എല്ലാം വെച്ചിട്ട്. ഓക്കെ, പിന്നീട് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അവിടെ ഇമേജ് ലോഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? എഡിറ്റ് സെക്ഷനിലേക്ക് ഇമേജിന്റെ സെക്ഷൻ പാസ് ചെയ്ത് കൊടുക്കണം. ആ പ്രൊഡക്റ്റ് ഡോട്ട് എച്ച് ടി എം എല്ലിലെ സെയിം ഫോം എഡിറ്റ് പേജ് എടുത്തേ. ഒരു div കോപ്പി ചെയ്തിടാം. അപ്ലോഡ് ഇമേജ് എന്നാക്കുക. നമ്മൾ ഈ ഫോമിൽ ഇമേജ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഫോം ടാഗിന് ആട്രിബ്യൂട്ട് കൊടുക്കുക ENC ടൈപ്പ്. ടൈപ്പ് ഫയലോഡ് ആക്കിക്കോളൂ. ഫോം ടാഗിൽ ENC ടൈപ്പ് കൊടുക്കുക. മെത്തേഡ് പോസ്റ്റിന് ശേഷം ENC ടൈപ്പ്. സെക്കൻഡ് വൺ മൾട്ടിപാർട്ട് ഫോം ഡാറ്റ. ഇനി താഴെ ഫോമിലേക്ക് ആ ഇമേജ് ഫീൽഡിലേക്ക് വന്നേ. വാല്യൂല് കൊടുത്തിരിക്കുന്ന സെക്ഷൻ കളയുക. ഇമേജ് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് IMG ടാഗിൽ വേണം കൊടുക്കാൻ. വാല്യൂ എന്ന ആട്രിബ്യൂട്ട് കളയുക. ഈ ലേബലിന് ശേഷം എൻ്റർ അടിച്ചേ. അവിടെ IMG ടാഗ് കൊടുക്കുക. SRCക്കുള്ളിൽ ഡബിൾ കർലി ബ്രേസസ്. കീ എന്താണ്? ഈ പേജിൽ ലോഡ് ചെയ്തിരിക്കുന്ന കീ പാസ് ചെയ്യുക. ബാക്കി വാല്യൂസ് കോൾ ചെയ്തിരിക്കുന്ന ഏത് കീയിലാ? യെസ്, പ്രോഡക്റ്റ് ഡോട്ട് ഇമേജ് ഡോട്ട് URL. ഓക്കെ, ഹൈറ്റും വിഡ്ത്തും പാസ് ചെയ്ത് കൊടുക്കുക. ആ സ്പേസ് ഒന്ന് റിമൂവ് ചെയ്തേ. സെലക്ട് ചെയ്ത് കൊടുക്കണം, പ്രോപ്പർലി കൊടുക്കുക 100.
2 സെമിക്കോളൻ ഉണ്ട്. അത് റിമൂവ് ചെയ്യാം. ഇനി എഡിറ്റ് സെക്ഷൻ ഒന്ന് ലോഡ് ചെയ്യാം. ഔട്ട്പുട്ടില് റീഫ്രഷ് ചെയ്തിട്ട് എഡിറ്റ് പേജ് ലോഡ് ചെയ്തോളൂ. ഓക്കെ, ദാ എഡിറ്റ് പേജിലേക്ക് ലോഡ് ആയിട്ടുണ്ട് പ്രോപ്പർലി. സൈസും കറക്റ്റ് ആയിട്ട് തന്നെയാണ് 100 px വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ px അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, പിന്നീട് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സെക്ഷൻ ഫംഗ്ഷൻ കൊടുക്കാം. പേജ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ആ ഒരു ഇമേജ് എഡിറ്റ് പേജിലേക്ക് ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ ഇൻപുട്ട് ഫീൽഡിൽ റിക്വയർഡ് ഫീൽഡ് നമുക്ക് റിമൂവ് ചെയ്തിടാം. കാരണം നമുക്കിപ്പോൾ ഇമേജ് അപ്ഡേറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ആ ചൂസ് ഫയൽ റിക്വയർഡ് ആയിട്ട് നമ്മൾ കൊടുക്കരുതല്ലോ. സോ ബാക്ക് ടു കോഡ് വരിക. ലൈൻ നമ്പർ 78 ഇമേജിന്റെ ഇൻപുട്ട് ഫീൽഡിൽ റിക്വയർഡ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഫോം ആക്ഷനിൽ നമ്മൾ ഏത് ലിങ്കാ കൊടുത്തിരിക്കുന്നത്? ആ വ്യൂസ് എടുക്കാം, എഡിറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, വ്യൂസ് ലോഡ് ചെയ്തോളൂ. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജിലേക്ക് ലോഡ് ചെയ്യരുത്. ഒരു വേരിയബിളിലേക്ക് ന്യൂ ഇമേജ് എന്ന് കൊടുക്കുക. ന്യൂ ഇമേജ് ഈക്വൽസ് ഒരു വേരിയബിളിലേക്ക് ഗെറ്റ് ചെയ്തെടുക്കുക. റിക്വസ്റ്റ് ഡോട്ട് ഫയൽസ് ഡോട്ട് ഗെറ്റ് request dot files dot get brackets നെയിം അതാണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഇമേജ് ഗെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്യാനായിട്ട് പുതിയ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം കറന്റ് ഉള്ള ഇമേജിനെ റിമൂവ് ചെയ്തിട്ട് ന്യൂ ഇമേജിനെ നമുക്ക് ആഡ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഇമേജ് വെച്ച് തന്നെ സേവ് ചെയ്യണം. അപ്പൊ ഇവിടെ കണ്ടീഷൻ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഇഫ് ന്യൂ ഇമേജ് കോളൻ എൻ്റർ അടിക്കുക. ഇനി പുതിയ ഇമേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത കണ്ടീഷൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റില് ഇമേജ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇഫ് പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജ് ഈ ഇമേജ് എന്ന് പറയുന്നത് ആ ഒരു കോളം ടേബിളിലുള്ള കോളൻ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പാത്തിൽ നിന്ന് നമുക്ക് ഇമേജിനെ റിമൂവ് ചെയ്യണം. സോ os ഡോട്ട് റിമൂവ് ബ്രാക്കറ്റ്സ് product dot image dot path. OS-നെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് കൊടുത്തോളൂ. ഇമ്പോർട്ട് OS. ഇമ്പോർട്ട് OS. ഓക്കെ,
നമ്മൾ കറന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇമേജിനെ റിമൂവ് ചെയ്തിട്ട് ന്യൂ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ലൈനിൽ പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജ് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ ഇമേജ് എന്ന ഫീൽഡിലേക്ക് ഈക്വൽ ടു ന്യൂ ഇമേജ്. ഇനി എൻ്റർ അടിച്ച് ബാക്ക് സ്പേസ് അടിക്കുക. ഒന്നുകൂടി ബാക്ക് അടിച്ച് ഫസ്റ്റ് ഇഫ് കണ്ടീഷനിൽ വരിക. എൽസ് വേണ്ട, എൽസ് വേണ്ട, ഈ റിമൂവ് ചെയ്തോളൂ. ഇപ്പോ നോർമലി നമുക്ക് ന്യൂ ഇമേജ് ആ ഒരു ഫയൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഡോട്ട് സേവ്. അപ്പോൾ ഇമേജ് ഫീൽഡിൽ ഒരു എഡിറ്റും നമുക്ക് വരുത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പ്രൊഡക്റ്റ് ഡോട്ട് സേവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവിടെ ഒന്നും ഇനി പാസ് ചെയ്യണ്ട, എൽസ് പാർട്ട് കൊടുക്കേണ്ടതില്ല. ന്യൂ ഇമേജ് ലോഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അപ്ഡേറ്റ് ആവും, ഇല്ലെങ്കിൽ ഇമേജ് ഫീൽഡിനെ നമ്മൾ അവിടെ എഡിറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ ചെയ്യുന്നു. ദെൻ ഇനി ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇപ്പൊ ഇമേജ് എഡിറ്റ് ചെയ്യണ്ട, വേറൊരു ഫീൽഡ് എഡിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തേ. വേറൊരു ഫീൽഡ് എഡിറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്യാം. ഇനി ഇമേജ് എഡിറ്റ് ചെയ്തേ. ഇപ്പൊ കറന്റ് നമുക്ക് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇമേജ് ഇല്ലാണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റി. റിക്വയർഡ് ഫീൽഡ് ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇമേജ് ചേഞ്ച് ചെയ്യേണ്ടി വന്നേനെ. ഇനി ഇമേജ് അപ്ഡേറ്റ് ചെയ്തോളൂ, ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, ഇമേജ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി സൈസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തോളൂ ടേബിളിലെ. ഇമേജിന്റെ സെക്ഷൻ ആഡ് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആണോ? റഫായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൽ ചെയ്ത് നോക്കുക. പെൻഡിങ് ആയിട്ടുള്ളവർ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തെന്ന് സെൻഡ് ചെയ്യുക. അതുപോലെ ഇമേജ് ആഡ് ചെയ്ത് റൂട്ട് സെക്ഷനും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എല്ലാവരും സെൻഡ് ചെയ്യുക. അതുപോലെ ഫോംസ് യൂസ് ചെയ്ത ടാസ്കും സ്റ്റൈൽ ചെയ്ത് സെൻഡ് ചെയ്യുക, എഡിറ്റ് ഫംഗ്ഷനും കംപ്ലീറ്റ് ചെയ്തിട്ട്. ദെൻ നെക്സ്റ്റ് ഡേയിലേക്ക് സ്റ്റുഡന്റ് എന്നൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ജാങ്കോയുടെ ഫോൾഡറിനുള്ളിൽ തന്നെ അടുത്ത ഫോൾഡർ ആയിട്ട് സ്റ്റുഡന്റ് എന്നൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ സ്റ്റാറ്റിക്, മീഡിയ, ഡാറ്റാബേസ് എല്ലാ കണക്ഷൻസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇവിടെ ക്രൂഡിന്റെ ഒരു സെക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട്, അത് നാളെ അസൈൻ ചെയ്യാം. ഇതുവരെയുള്ളത് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം. ഓക്കെ, എല്ലാം ക്ലിയർ ആണെങ്കിൽ ലീവ് ആയിക്കോളും.